ദിനവേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റി അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയുടെ സമയത്ത് നോർത്ത് കരോളിൻ മർത്തോമ ഇടവകയുടെ ഇടവ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കൂട്ടായ്മയിൽ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സാക്ഷി നിർവഹിപ്പാൻ ലഭിച്ച വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയതിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും പ്രത്യേകിച്ച് ഹല്ലേലൂയ ബെന്നി പരിമണം എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ഹല്ലേലൂയ ഫസ്റ്റ് കസിനാണ് ഐറിൻ. ഹല്ലേലൂയ ഞാൻ പരിമണത്തു നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിക്കുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ പള്ളിപ്പാട് മർത്തോമ ഇടവകയിലെ യുവനസൈക്യത്തിൻ്റെ സെൻറ്ററിൻ്റെ ഹല്ലേലൂയ കൺവെൻഷനിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് പരിമണത്തുനിന്ന് ബെന്നിയും ഐപ്പ് പരിമണവും മോൻകുട്ടനും ഞങ്ങൾ പള്ളിക്കുള്ള സഹോദരന്മാരോട് ഒരുമിച്ച് പാടുവാനും പ്രസംഗിക്കുവാനും അവസരം ലഭിച്ചതൊക്കെയും ഈ സമയം ഓർക്കുകയാണ്. ഹല്ലേലൂയ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ അതിന് മുഖാന്തരമായ ഞങ്ങളുടെ കസിൻ അനിയച്ചാനും എലിയമ്മാമയ്ക്കുമുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ ഇങ്ങനെ ഓൺലൈൻ പ്രേയറിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു ചെറിയ ചിന്ത ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ രാവിലെ ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ടായിരുന്നു, ഇന്നലെ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഹല്ലേലൂയ ദൈവനാമത്തിൽ കൂടി വരുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയ തിരുവചന ധ്യാനത്തിനു വേണ്ടി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അത് ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ സ്നേഹിച്ചു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുമായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്ത് വചനമെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. വചനമാകുന്ന കർത്താവ് 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് നമ്മെ കണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ സമയം ദൈവം നമുക്ക് വിളമ്പി തന്ന് ശേഷിച്ച കഷ്ണങ്ങളുമായി കടന്നു പോകുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ദൈവ കരുണയിന്ദനമാഹാത്മ്യം നവാൽ വർണ്യമോ ദൈവ കരുണയിന്ദനമാഹാത്മ്യം ദേവസുതൻ പശു ശാലയിൽ നരനായി ദേവസുതൻ പശു ശാലയിൽ നരനായി അവതരിച്ചതും വെറും കഥയോ ഭുവനമന്നാകെ ശമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതിനില്ല ദൈവ കരുണയിന്ദനമാഹാത്മ്യം നവാൽ വന്യമോ പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവ കരുണയിന്ദനമാഹാത്മ്യം നവാ വന്യമോ ദൈവ കരുണയിന്ദനമാഹാത്മ്യം. സ്നേഹവാനായ സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനു വേണ്ടി സ്തോത്രം. വചനം അവിടുത്തെ വക, ഞങ്ങളും അവിടുത്തെ വക.
ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ആ വചനമാകുന്ന മന്ന ഇന്ന് ഞങ്ങൾക്ക് വിളമ്പി തരണമേ. കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചാട്ട് സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ പരിചിതമായ ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് നാം എപ്രകാരം ഇരിക്കുന്നു അപ്രകാരം മാത്രമേ ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ. വചനത്തിന് യാതൊരു കുറവുമില്ല. ഹല്ലേലൂയ, ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കണം. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഹല്ലേലൂയ, ഒരു റബ്ബറിൻ തോട്ടത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഒരു മഴ പെയ്തതിന് ശേഷം ആ റബ്ബറിൻ വെട്ടുവാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ അവസ്ഥ. ചില പാത്രങ്ങൾ ഹല്ലേലൂയ നേരെ ഇരിക്കും, ആ പാത്രത്തിൽ നിറച്ചു വെള്ളം കാണും. ചിലത് ഹല്ലേലൂയ ചരിഞ്ഞിരിക്കും, അതിനകത്ത് പകുതിയെ കാണത്തുള്ളൂ. ചിലത് കമന്നിരിക്കും, അത് വീണിട്ടങ്ങ് പോവും. ഹല്ലേലൂയ, ദൈവവചനമാകുന്ന മന്ന മഴയായി നമ്മളിൽ ഹല്ലേലൂയ പരിവർത്തിക്കുമ്പോൾ നാം നമ്മുടെ ഇരിപ്പ് എപ്രകാരം ഇരിക്കുന്നു? നേരെയാണോ, അതോ ചരിഞ്ഞാണോ, അതോ കമന്നാണോ? എങ്ങനെയാണ് നമ്മുടെ പ്രതികരണം? കർത്താവേ, ഞാനിതാ തുറന്ന മനസ്സോടുകൂടി ഇരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ പലതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങുമിങ്ങും നോക്കി ചരിയുന്ന മനോഭാവമല്ല. കർത്താവേ, വചനം കേട്ടിട്ടും അതിനെ മറുതലിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനെ ഒരു എതിരായി നിൽക്കുന്ന ഒരു മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ, ഇത് എഴുതിയത് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനാണ്. അവിടെ പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കും. ഈ സുവിശേഷ വേദഭാഗം ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ശിഷ്യനായിരിക്കുന്ന യോഹന്നാനാണ് ഇത് എഴുതിയത്. സബദി മക്കളുടെ മകൻ, ശലോമിയുടെ മകൻ, യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയുടെ സഹോദരി ഹല്ലേലൂയ എന്നൊക്കെയും രീതിയിൽ വേദപുസ്തകത്തിൽ അറിയപ്പെടുന്നു. ഹല്ലേലൂയ, ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ നമ്മുടെ മുന്നിൽ ആരായിട്ട് ഒരു ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുന്നിൽ ദൈവപുത്രനായി പൂർണ്ണ ദൈവവുമായിട്ട് നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. മറ്റ് സുവിശേഷങ്ങളിലൊക്കെയും നാം കാണുന്നുണ്ട്, മത്തായി രാജാവായിട്ടും മർക്കോസ് ദാസനായും ലൂക്കോസ് മനുഷ്യപുത്രനായിട്ടൊക്കെയും കാണുന്നുണ്ട്. ഈ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇത് സഭയ്ക്ക് എഴുതുന്നതാണ്. ഹല്ലേലൂയ മത്തായി യഹൂദന്മാർക്ക് വേണ്ടിയും മർക്കോസ് റോമാക്കാർക്ക് വേണ്ടിയും ലൂക്കോസ് ഗ്രീക്കുകാർക്ക് വേണ്ടിയും ഒക്കെയും എഴുതുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇത് ഉപമയില്ലാത്ത ഒരു പുസ്തകമാണ്. ഇത് ഹല്ലേലൂയ 21 അധ്യായത്തിൽ ഹല്ലേലൂയ ആ യേശുക്രിസ്തുവിൻ്റെ പരസ്യവും ഹല്ലേലൂയ ആ പ്രൈവറ്റ് ആയിട്ടുള്ളതും ക്രൂശീകരണവും ഉയർപ്പുമൊക്കെയും നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ വേദപുസ്തകം പഠിച്ചാൽ നമുക്കറിയാം. 1-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാം അധ്യായത്തിലോട്ട് വന്നാൽ നമുക്കറിയാം കാനാവിലെ കല്യാണം ഹല്ലേലൂയ അടയാളങ്ങളുടെ ആരംഭം. 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നിക്കോദീമോസിനോ നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ച സുവിശേഷത്തിന്റെ താക്കോൽ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത്. നമുക്കറിയാം 4-ാം അധ്യായത്തിൽ ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു ഹല്ലേലൂയ പറയുന്ന സംഗതി. 5-ാം അധ്യായത്തിൽ 38 വർഷക്കാലം ബെഥെസ്ദാ കുളത്തിൽ കിടന്നതായുള്ള മനുഷ്യൻ 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ ഒടുക്കത്തിൽ മഹാനാളിൽ യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ, തിരുവെഴുത്തു പറയുന്ന പോലെ ജീവജലത്തിൽ നദി ഒഴുകുമെന്ന്. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ വ്യഭിചാരിയായ സ്ത്രീയെ ഹല്ലേലൂയ പരീശന്മാർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് കല്ലെറിയുന്ന അവസരത്തിൽ ഹല്ലേലൂയ യേശുക്രിസ്തു അവളെ വിധിക്കാതെ ഹല്ലേലൂയ അവളെ വിമുക്തിയായിട്ട് പറഞ്ഞു വിടുന്ന സംഗതി. 9-ാം അധ്യായത്തിൽ കുരുടനായ മനുഷ്യൻ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു,
ഇടയനാകുന്നു. നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. മോഷ്ടിപ്പാനും മറുപ്പാനുമല്ലാതെ കള്ളൻ വരികയില്ല എന്ന് പറയുന്നു. 11-ാം അധ്യായത്തിൽ യേശുവിനെ സ്നേഹിച്ച ലാസറിന്റെ മരണവും ഉയർപ്പും. 12-ാം അധ്യായത്തിൽ ലാസർ യേശുവിനോടുകൂടെ പെസഹായി പന്തിയിൽ ഇരിക്കുന്നു. 13-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും, ഒത്തിരി നാളിനി ഞാൻ നിങ്ങളോട് ഇരിക്കയില്ല എന്ന് പറഞ്ഞു. 14-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണാം, അവരുടെ മുഖം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുവിൻ. അവിടെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള ആ പ്രഖ്യാപനം. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിൽ മുന്തിരി വെള്ളിയും ഹല്ലേലൂയ അതിന്റെ അവസ്ഥ കാണുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ ഫലം കഴിപ്പാൻ ആഹ്വാനം ചെയ്യുന്നു. 16-ാം അധ്യായത്തിൽ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അത് അവൻ തരുന്നതായ അവസ്ഥ. 17-ാമത്തെ മഹാപുരോഹിത പ്രാർത്ഥന 18-ഉം 19-ഉം ഹല്ലേലൂയ ഹല്ലേലൂയ ഗെത്സമന മുതൽ ഗോൽഗോഥ വരെയുള്ളതായുള്ള തന്റെ ക്രൂശീകരണ അവസ്ഥ. 20-ാം അധ്യായത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ മഗ്ദലക്കാരി മറിയ ശിഷ്യന്മാരും ചെയ്തിട്ട് യേശുവിന്റെ കല്ലറയ്ക്കൽ ചെല്ലുന്നു. മഗ്ദലക്കാരി മറിയവുമായിട്ടുള്ള സംഭാഷണവും ഹല്ലേലൂയ യേശുവിനെ അവിടെ ഉയർത്ത യേശുവിനെ കാണുകയും ചെയ്യുന്നു. 21-ാം അധ്യായത്തിൽ തള്ളിപ്പറഞ്ഞ ഹല്ലേലൂയ പത്രോസിനെ തേരി, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ചൂടുള്ള അപ്പവുമായി ആ തണുപ്പത്ത് വന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയിലധികമായി ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഈ നിന്റെ മീനും വെള്ളത്തെക്കാളും മതിയെ ഹല്ലേലൂയ കൂട്ടുകാരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ നിന്നിൽ അധികമായി 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, യഹോവേ നീ സകലതും അറിയുന്നു സമർപ്പിച്ച അവസാനത്തെ വാക്യം പറയുന്നുണ്ട്. 21-25 യേശു ചെയ്തത് പലതും ഒത്തിരിയുണ്ട്. അതെല്ലാം എഴുതിയാലും ഹല്ലേലൂയ ഈ ഭാഗത്ത് വരികയില്ല. നമ്മുടെ വാക്യത്തിലോട്ട് കടന്നു വരാം. ഹല്ലേലൂയ അതിനോട് നമ്മൾ കൂറ് പുലർത്തണമല്ലോ. അവിടെ പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന്റെ താക്കോൽ വാക്യമാണിത്. ഇത് ഹല്ലേലൂയ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ദൈവ സ്നേഹമാണ് ഊന്നി പറയുന്നത്. ചില ബൈബിളുകളിൽ ഹല്ലേലൂയ ചുമന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗോഡ് ഓൺലി സൺ പെരിഷ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഗോസ്പെലിന്റെ ഷോർട്ട് ഫോമാണ് ഗോഡ് ഓൺലി സൺ പെരിഷ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഗോസ്പൽ സുവിശേഷത്തിന്റെ താക്കോൽ വാക്യമാണ്. അതാണ് തൻ്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഒന്നാമതായിട്ട് ഹല്ലേലൂയ ഞാൻ ഒരു 4 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണ്? ഒന്നാമതായിട്ട് ആരെ സ്നേഹിച്ചു, രണ്ടാമതായിട്ട് ഹല്ലേലൂയ ആരെ സ്നേഹിച്ചു, മൂന്നാമതായിട്ട് ഹല്ലേലൂയ ആ സ്നേഹത്തിന്റെ വില എന്താണ്, ഹല്ലേലൂയ നാലാമതായിട്ട് ആ സ്നേഹത്തിന്റെ ഫലം. ഈ ചെറിയ വാക്യത്തിനകത്ത് 4 ക്വസ്റ്റ്യൻ ഹല്ലേലൂയ നമ്മളോട് ചോദിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് നമുക്കൊന്ന് തുലനം ചെയ്യാം. ആരെ സ്നേഹിച്ചു? ആരാണ് അവിടെ പറയുന്നുണ്ട്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം ഹല്ലേലൂയ ഈ ലോകത്തെ. അപ്പോൾ ആരാ സ്നേഹിച്ചത്? നമ്മുടെ ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. ഹൂ ലവ്ഡ് ഗോഡ് ആണ് നമ്മളെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ 4:10 പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ അവന്റെ മഹാസ്നേഹ നിമിത്തം ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചു. അവന്റെ ആ സ്നേഹത്തിന്റെ ഫലം കൊണ്ടല്ലേ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവം ബെന്നി പറഞ്ഞല്ലോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം 2013 കുവൈറ്റിൽ നിന്ന് ഹല്ലേലൂയ ഇവിടെ വരുവാനിടയായി. കുവൈറ്റിൽ വെച്ച് ഞങ്ങൾ കുവൈറ്റിൽ പോയതാണ്. എന്നാൽ അവിടെ വെച്ച് ഒരു അനാഫിലിക്ക് ഷോക്ക് ഉണ്ടായി, വെന്റിലേറ്ററായി മരണത്തോട് മല്ലടിച്ച് ഇനിയും ജീവിതമില്ല എന്ന് പറഞ്ഞ് കിടന്നതാണ്. എന്നാൽ ഇവിടെ വന്നു 2 വർഷം കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിച്ചു, ലൈസൻസും ഒക്കെ എടുത്തു. എന്നാൽ 2015 ഒരു അറ്റാക്ക് വന്ന് ഹല്ലേലൂയ 2 സ്റ്റെന്റ് ഇട്ടു. ഹല്ലേലൂയ. ലാഡിന് 95ഉം സർക്കംഫ്ലക്സിന് ഹല്ലേലൂയ 99%
സാഹചര്യമായിരുന്നു. എന്നാൽ അതിനുശേഷം എൻ്റെ ഹല്ലേലൂയ കാലിന് ഒരു വീക്കെൻഡ്സ് വന്നു. നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ഞാൻ റീഹാബിലായി, ഫിസിയോതെറാപ്പി ചെയ്തു, MRI ചെയ്തു, CT സ്കാൻ ചെയ്തു, ഒന്നും അറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ 1 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ വീൽ ചെയറിലാണ് വീട്ടിൽ വന്നത്. ഹല്ലേലൂയ വലിയ പ്രയാസമൊക്കെയുമായിരുന്നു. ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്തതാണ്. പല പല ആഗ്രഹത്തോടും ആവശ്യത്തോടും കൂടിയാണ് കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ 119 സങ്കീർത്തനം 21 വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അതിനുശേഷം ഹല്ലേലൂയ UT സൗത്ത് വെസ്റ്റ് ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ ന്യൂക്ലിയർ MRI എൻ്റെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പൈനൽ കോഡിനകത്ത് T3 തൊട്ട് T9 വരെ ഏതോ തളഞ്ഞിരിക്കുന്നു. ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസർ ആവാം, ട്യൂമർ ആവാം, മാസ് ആവാം, ഫാറ്റ് ആവാം, ബ്ലഡ് ക്ലോട്ട് ആവാം. എന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം. ലങ്സിന്റെ പുറകിൽ, ഹാർട്ടിന്റെ പുറകിലാണ് മൂന്നാമത്തെ ആ കശേരിക്കൽ തൊട്ട് ഓരോ സെന്റിമീറ്റർ കട്ട് ചെയ്ത് 8 മണിക്കൂർ ഓപ്പറേഷനുള്ളിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനം പുറത്തെടുത്തു. എനിക്ക് എന്താണ് ബ്രെയിൻ കൊടുക്കുന്ന ഇമ്പൽ താഴോട്ട് പോകുന്നില്ല. കാലൊക്കെ സ്റ്റിഫായി, ഹല്ലേലൂയ വയറൊക്കെ സ്റ്റിഫായി, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഹല്ലേലൂയ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. എന്നാൽ ഓപ്പറേഷൻ ചെയ്തു. ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവം അതിശയമായി ഹല്ലേലൂയ 1 മാസം അവിടെ കിടന്ന് ഫിസിയോതെറാപ്പി ഒക്കെയും ചെയ്തു. എന്നാൽ ഞാൻ പിടിച്ചു നിന്നു. വീട്ടിൽ വന്നു. ഹല്ലേലൂയ എക്സസൈസും ഒക്കെ ചെയ്തു. ആയുർവേദത്തിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ വീട്ടിൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഹല്ലേലൂയ തുടർന്ന് ഹല്ലേലൂയ 2018 എനിക്ക് ഹല്ലേലൂയ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുകയും യൂറിനകത്ത് ബ്ലഡ് വന്നിട്ട് അത് സെപ്റ്റിസീമിയായി ബ്രെയിനിൽ ബാധിച്ചിട്ട് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ആരെയും തിരിച്ചറിയാനൊക്കത്തില്ല. അങ്ങനെ ആശുപത്രിയിൽ 13 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ആൾക്കാരെ എല്ലാം അറിയിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട അനിയച്ചാനും അമ്മാമയും അറിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് ആശുപത്രിയിൽ 2 ദിവസം എൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ കസിൻസ് എല്ലാം, എൻ്റെ ബ്രദേഴ്സ് എല്ലാം. എന്ന് വെച്ചാൽ ഇനി എന്നെ ജീവനോട് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ വന്ന് കാണുവാനായിട്ട് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ വെന്റിലേറ്ററിൽ നിന്ന് 13-ാം ദിവസം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എന്നെ മാറ്റി. എന്നെ 15 ദിവസം ICUവിൽ കടന്നു. ഡോക്ടർ മാംസപിണ്ഡമാണ്, വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ഓർമ്മയില്ല, കൈപൊങ്ങത്തില്ല. ഹല്ലേലൂയ ചോറൊക്കെയും വാരിത്തരണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വീട്ടിൽ 3 മാസം ഹല്ലേലൂയ എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബവും ഹല്ലേലൂയ എന്നെ ശുശ്രൂഷിച്ചു. എന്നാൽ സ്വർഗത്തിന്റെ അദൃശ്യമേറിയ കരം എന്നെ അവൻ കണ്ടു. ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ മരണവാശങ്ങൾ നമ്മെ ചുറ്റി, പാതാള വേദനകൾ നമ്മെ പിടിച്ചു, നമ്മൾ കഷ്ടവും സങ്കടവുമായിരുന്നു. എന്നാൽ ദൈവത്തിന് നമ്മെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അതിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. എനിക്ക് വീൽ ചെയറിൽ കയറുവാൻ, വണ്ടിയെ കയറുവാൻ, എൻ്റെ കാര്യങ്ങളൊക്കെയും തന്നെ ചെയ്യുവാൻ ദൈവം എനിക്ക് പ്രാപ്തി തന്നു. എന്നാൽ ഹല്ലേലൂയ വീണ്ടും മുന്നോട്ട് പോയി. 2020 വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടായി. ഒരു 2 സ്റ്റെന്റ് കൂടെ വീണ്ടും ഇട്ടു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എന്നെ ഇങ്ങനെ കാത്തു പരിപാലിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം 2023 ഞാനിങ്ങനെ ഫിസിയോതെറാപ്പി, ഞാൻ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യും, കാലുമൊക്കെ മടക്കി വെച്ചിട്ട് പൊങ്ങും, പുഷപ്പൊക്കെ ചെയ്തുകൊണ്ടൊക്കെ കട്ടിലേ കിടന്നൊക്കെ ചെയ്യും. എന്നാൽ ഒരു ദിവസം ചെയ്തുകൊണ്ട് കാല് ഹല്ലേലൂയ ചമ്മനം പൂട്ടിയിരുന്നുകൊണ്ട് ഞാൻ ഹല്ലേലൂയ കുനിഞ്ഞ് ഇങ്ങനെ എക്സസൈസ് കട്ടില ചെയ്തപ്പോൾ ടിക്കെന്ന് കാലിൽ ഒരു സൗണ്ട് കേട്ടു. എന്നാൽ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു. എന്നാൽ ഹല്ലേലൂയ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ സാരമാക്കിയില്ല. എന്നാൽ ഹല്ലേലൂയ ആശുപത്രിയിൽ 2 ദിവസം കഴിഞ്ഞെന്ന് ഹല്ലേലൂയ ഡോക്ടർ വഴക്ക് പറഞ്ഞു, എന്തിനാ ഇവിടെ വന്ന് പ്രൈമറി ഡോക്ടറെ പോയി കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ വൈഫിന്റെ നിർബന്ധപ്രകാരം ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോലും വന്ദിച്ചു. കാലിന്റെ തുടയിൽ ഫീമർ ഒരു മടൽ കീറി വെക്കുന്ന പോലൊരു സ്പൈറൽ ഫ്രാക്ചർ. ഉടൻ തന്നെ ഹല്ലേലൂയ ഓപ്പറേഷൻ ചെയ്തു. ഹല്ലേലൂയ 13 സ്ക്രൂവും
2 പ്ലേറ്റും 3 വയറും ഇട്ടുകൊണ്ട് ഹല്ലേലൂയ ആശുപത്രിയിൽ കിടന്നു. 1 മാസം ഒരേ കിടപ്പ് കട്ടിലേൽ കിടന്നു. ഹല്ലേലൂയ ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 119:71 പറയുന്നു, ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ അത് അത്യത്ഭുതമാണ്. ഇതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ശരീരത്തിന് ഉച്ചയൊട്ടുള്ളങ്കാൽ വരെ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് പഠിക്കേണ്ട പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിക്കാത്ത ഒരു മരുന്നുകളുമില്ല. 27 ഉളികൾ കഴിക്കുന്നുണ്ട്, 4 ഇഞ്ചക്ഷൻ, 3 ഹുമലോഗ്, 1 ഹലാൻഡസിൻ ഞാൻ എടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ആയിരിക്കുന്നത് ഒരു ദൈവകൃപയാണ്. അത് ഹല്ലേലൂയ. കാരണം 119 ഹല്ലേലൂയ 71 വാക്യത്തിൽ പറയുന്നു, ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ ഏറ്റവും അധികമാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ദൈവത്തോട് ഹല്ലേലൂയ, ഞാൻ മുമ്പേ ഒരു പ്രാർത്ഥന പറഞ്ഞ സാധു ഉച്ചിഞ്ഞു ഉദ്ദേശിച്ചു പോലെ, ദൈവമേ നീ എന്നെ മറന്നോ? ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഈ ഏപ്രിൽ മാസം 28 ഞാനൊന്ന് ചുമച്ചു. ഹല്ലേലൂയ. അപ്പോൾ ബ്ലഡ് വൊമിറ്റ് ചെയ്തു, 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. ആശുപത്രിയിൽ കൊണ്ടുപോയി ECG എടുത്തു, എക്സ്റേ എടുത്തു, ഹല്ലേലൂയ CT സ്കാൻ എടുത്തു, ഒന്നും കാണുന്നില്ല. അതിനുശേഷം എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റൊമക്കിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഒരു മുറിവുണ്ടായിരിക്കുന്നു. അത് ഫ്രഷായിട്ട് അതെങ്ങനെയാണെന്ന് അറിയുന്നില്ല. എന്നിട്ട് അത് എൻഡോസ്കോപ്പി സർജൻ അത് സർജറി ചെയ്ത് ക്ലിപ്പിട്ട് ഹല്ലേലൂയ 1 മാസം ലിക്വിഡ് ഫുഡുമായിട്ട് ഞാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ ദൈവകൃപയിലായിരിക്കുന്നത് ഹല്ലേലൂയ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്. കാരണം എന്താണ്? ഈ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ സ്നേഹമാകുന്ന ദൈവം ഹല്ലേലൂയ. കൊരകപുത്രന്മാരുടെ ചോദ്യം 48-ാം സങ്കീർത്തനത്തിൽ അതിലെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും അവൻ്റെ ദൈവമാണ്, അവൻ നമ്മെ സ്നേഹിച്ചു. ഇസ്രായേൽ മക്കളോട് ചോദ്യര് പുറപ്പാട് 3:3 നിന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്ന ഒരു ദൈവം, നിന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്നറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ആരാണ്? മാറാത്തൊരു ദൈവം, മറക്കാത്തൊരു ദൈവം, മാറിയുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്ന ഒരു മാധുര്യവാൻ ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ അവൻ നമ്മളെ മാറാത്തവനായി നമ്മോട് കൂടെയുണ്ട്. 2ാമത്തെ ക്വസ്റ്റ്യൻ ഹല്ലേലൂയ, ആര് സ്നേഹിച്ചു? ഹല്ലേലൂയ അവിടെ പറയുകയാണ്, തൻ്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കണ് ദൈവം അവനെ നൽകുവാൻ അവൻ ലോകത്തെ സ്നേഹിച്ചു. എന്താണ് ലോകത്തെ സ്നേഹിക്കുവാൻ കാര്യം? ഹല്ലേലൂയ. കാരണം ലോകവും അതിന് മോഹവും എല്ലാം അത് സാത്താൻ്റെ അധീനതയിലാണ്. നമുക്കറിയാം സാത്താൻ ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ പ്രമോദമായി ഹല്ലേലൂയ അവനെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്ന ഒരു ദൂതനായിരുന്നു. യെശയ്യാവ് 14:12 പറയുന്നുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ഭൂമിയിൽ നിലത്ത് വെട്ടേറ്റ് വീണു. അവൻ നിലത്ത് വീണു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ അന്ധകാര ശക്തിയുടെ അധിപതിനായി അവൻ മുന്നോട്ട് പോകുന്നു. എന്നാൽ അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പരീക്ഷ സമയത്ത് ഹല്ലേലൂയ അവൻ പറയാണ്, നീ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്നാൽ ഹല്ലേലൂയ പാപത്തിന്റെ അധീനതയിൽ അകപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആര് സ്നേഹിച്ചു? ദൈവം നമ്മെ സ്നേഹിച്ചു. ഒരു കണ്ണിനും ദേതോന്നാത് നിരാശയുടെ നിർച്ചുഴിയിൽ കിടക്കുമ്പോൾ, നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും നമുക്ക് കിടക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയോ കഴിവോ നമ്മുടെ പുണ്യപ്രവൃത്തിയൊന്നുമല്ല, കൽവറിയിലെ ദൈവസ്നേഹം ഒന്നു മാത്രമെന്ന് ഇന്ന് ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. 3ാമതായിട്ട് ഈ സ്നേഹത്തിൻ്റെ വില എങ്ങനെയാണ് അവൻ തന്നത്? അവിടെ പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ, സ്വന്തം പുത്രനെ ഹല്ലേലൂയ നമുക്ക് തരുവാൻ ഈ സ്നേഹത്തിന് അവനൊരു വില. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എന്നേക്കും പ്രമോദമായിരിക്കുന്ന ഈ ഹല്ലേലൂയ ഈ പൊന്നുകുമാരനെ, അവനെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ഭൂമിയിലോട്ട് നമുക്ക് ഇറക്കി തരുന്നു. ക്രിസ്തുവു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്നേഹം കാൽവറി പ്രദർശിപ്പാൻ
അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ഭൂമിയിലോട്ട് ഇറക്കി തന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചേ, നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരും തുറക്കാത്ത കണ്ണുനീരവൻ തുടച്ചില്ലേ, ആരും തുറക്കാത്ത വാതിൽ അവൻ തുറന്നില്ലേ, ആർക്കും കൊടുക്കാത്ത ആഹാരം നമുക്ക് തന്നില്ലേ, ആർക്കും കൊടുക്കാത്ത സൗഖ്യം. ദൈവത്തിൻ്റെ കൃപ പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് മതിയായവൻ, അവൻ്റെ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ ക്രിസ്തു യേശുവിൻ്റെ ധനത്തിനത്തോളം പൂർണ്ണമായി തീർത്തു തന്നില്ലേ. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ തള്ളിക്കളയാതെ ഈ സ്നേഹത്തിൻ്റെ വില അവൻ നമുക്ക് നൽകിയില്ലേ. കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, മറ്റുള്ളവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും പോയ സ്ഥാനത്ത് ഈ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചില്ലേ. നമ്മുടെ പരാതിയുടെ നടുവിൽ അവൻ നമ്മുടെ പരിഹരിച്ചില്ലേ. പരിമിതിയുടെ നടുവിൽ അവനൊരു പദ്ധതിയാക്കിയില്ലേ. നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ അവനൊരു പ്രത്യാശയായി അവൻ നമ്മെ നടത്തിയില്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രയാസത്തിൻ്റെ, പ്രശ്നത്തിൻ്റെ, പ്രതിസന്ധിയുടെ നടുവിൽ നാം ഭാരപ്പെടേണ്ടതായുള്ള ഒരാവശ്യവുമില്ല. ആര് സ്നേഹിച്ചു? ദൈവം സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ഈ ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? ആ സ്നേഹത്തിൻ്റെ ഫലം അത് സ്വന്തം പുത്രനെ തന്ന് സ്നേഹിച്ചു. ഹല്ലേലൂയ. അത് തന്നെയുമല്ല, പിന്നെ എന്താണ് അവസാനത്തെ ക്വസ്റ്റ്യൻ? സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ഫലം എന്തുവാണ് അവിടെ വായിക്കുന്നത്? അതിൻ്റെ ഫ്രൂട്ടിനെ പറ്റി പറയുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹം. എന്തുവാണ് ആ സ്നേഹത്തിൻ്റെ? രണ്ട് കാര്യമാണ്. ഒന്ന് നിത്യജീവൻ, രണ്ടാമത് നാം നശിച്ചു പോകത്തില്ല. ഒരു എറ്റേണൽ ലൈഫ് അവൻ നമുക്ക് തരികയാണ്. ആ സ്നേഹത്തിൻ്റെ ഫലം. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് ഈ ശബ്ദപരിധിയിൽ ഹല്ലേലൂയ സൗഖ്യത്തോട് സന്തോഷത്തോടെ ആയിരിക്കുന്നത്. ഒരു മനുഷ്യൻ അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ അവൻ്റെ അവസാനമാണ്. എന്നാൽ ദൈവം നമ്മുടെ രോഗത്തിൻ്റെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ ഈ നിത്യമായ ജീവൻ നൽകും. എന്തുവാണ് നിത്യമായ ജീവൻ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. സർദീസിലെ സഭയോട് പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ, നിനക്ക് ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ച അവസ്ഥയാണ്, കാരണം നിന്നിൽ നിത്യജീവനില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രസംഗിച്ച ശമരിയാക്കാരൻ്റെ ഹല്ലേലൂയ ആ കഥയിൽ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ന്യായശാസ്ത്രി എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ അനേകർ അങ്ങുമിങ്ങും ഓടുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നിത്യജീവൻ അവൻ നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുകയാണ്. അതിന് നാം ഒരു വിലയും കൊടുക്കണ്ട. ആയിരിക്കുന്ന ഇടങ്ങളിൽ രക്ഷയാകുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുമ്പോൾ റോമർ 10:9 പറയുന്നു, ഹല്ലേലൂയ, യേശുവിനെ കർത്താവെന്ന് വാവുകൊണ്ട് ഏറ്റുപറയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പറയുകയാണ് അപ്പോസ്തലർ 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ പത്രോസും ഹല്ലേലൂയ ഹീരാസും കാരാഗ്രഹത്തിൽ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ യജമാനന്മാരെ, കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്, യജമാനന്മാരെ രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നമുക്ക് നിത്യജീവൻ തരുവാൻ. കാൽവരിയുടെ കൊലമരത്തിൽ ഈ ലോകത്തിലോട്ട് ഇറങ്ങി വന്ന അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാകുന്ന ഈ പൈതലിനെ നമുക്ക് വേണ്ടി യാഗമായി തന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ച് ഈ നിത്യമായ എറ്റേണൽ ലൈഫ് അവൻ നമുക്ക് സൗജന്യമായി തന്നു. കാരണം ഹല്ലേലൂയ, നാം ഒരിക്കലും നശിച്ചു പോകത്തില്ല. കാരണം നാം വിശ്വസിക്കുന്ന ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? അഗ്നിജാലയ്ക്ക് കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശനായവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 നിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് ഉലാവുന്ന ഹല്ലേലൂയ ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നശിച്ചു പോകത്തില്ല. കാരണം എന്താണ്? അവൻ നമ്മളെ ഉള്ളങ്കരങ്ങളെ വഹിച്ചിടുന്നു. യാക്കോബിനോട് പറഞ്ഞ യശയ്യാവ് 41 ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഭയപ്പെടേണ്ട. കാരണം ഹല്ലേലൂയ, നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയില്ല. നദിയിൽ കൂടെ പറഞ്ഞാൽ അത് കവിയുകയില്ല. ഹല്ലേലൂയ, തീയിൽ കൂടെ കടന്നാൽ ദഹിപ്പിക്കത്തില്ല. കാരണം
കാരണം എന്താണ്? കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ കീഴെ വഹിക്കുമ്പോൾ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ മുകളിൽ കല്ലലിയെ കാക്കുമ്പോൾ, അവൻ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ അവൻ കാത്തു പരിപാലിച്ചു. എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, ഞാൻ ഇന്നായിരിക്കുന്നത് അതൊരു ദൈവകൃപ. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തത് ദൈവം നമ്മെ അർഹതയുള്ളതാക്കി തീർക്കുകയാണ്. ഈ ശബ്ദപരിധിയിൽ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് 2 ദിനവൃത്താന്തം 7:14 പറയുന്നത് പോലെ, എന്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് അവൻ നമുക്ക് ദേശത്തിന് സൗഖ്യം വരും. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾപ്പിച്ച ദൈവവചനത്തിന് മുന്നിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. 4 ക്വസ്റ്റ്യനും 4 ആൻസറും പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മെ സ്നേഹിച്ചു? ഈ ലോകത്തിൽ നമ്മുടെ അവസ്ഥ അന്യർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും മുന്നോട്ട് പോകുമ്പോൾ നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആരെ സ്നേഹിച്ചു? ഈ ലോകത്തെ സ്നേഹിച്ചു. ലോകവും അതെല്ലാം ദുഷ്ടന്റെ അധീനതയിലായിരിക്കുമ്പോൾ, ഇവിടെ കടന്ന് ഹല്ലേലൂയ നരകിക്കുമ്പോൾ, നമ്മെ ഹല്ലേലൂയ ഈ ലോകത്തെ സ്നേഹിപ്പാൻ, നമ്മുടെ കുറവുകളെ കണ്ടുകൊണ്ട് അത് നിറവുകളാക്കുവാൻ, നമ്മുടെ പരാജയത്തെ വിജയമാക്കുവാൻ, നമ്മുടെ ഹല്ലേലൂയ താഴ്ചയെ ഉയർച്ചയാക്കുവാൻ ഈ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഈ സ്നേഹത്തിന്റെ വില എങ്ങനെ തന്നു? സ്വന്തം പുത്രനെ ഹല്ലേലൂയ തന്നു. സ്വന്തം പുത്രനെ ഹല്ലേലൂയ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്തിനു വേണ്ടി? മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ ഫലം എന്താണ്? ഒരു നിത്യമായ ജീവൻ എനിക്ക് തരുന്നു. ഈ ലോകത്തിൽ എന്ത് നേടിയാലും നിന്റെ ജീവനെ നഷ്ടമാക്കി കളഞ്ഞാൽ നിനക്ക് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിലുണ്ടായി നമ്മൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഈ നശിച്ചു പോകാത്ത ഈ രാജ്യത്തിൻ്റെ ഹല്ലേലൂയ അതിൽ അംശമായി തീരുവാൻ ഇന്ന് കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. അതുകൊണ്ടായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ ബലപ്പെടുത്തി. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ദൈവമേ, നീ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാവരും സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒരു നിമിഷം നമുക്ക് ഇപ്രകാരം പാടാം. മുറ്റും ഞാൻ താരും നീധാ പൂനിക്ഷേപം മുഴുവൻ ദേഹം ഈ സമസ്തം എന്നേക്കും നിന്റെ ഞാൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ അവസരമൊരുക്കി തന്ന നിങ്ങളുടെ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഹല്ലേലൂയ ഹൃദയത്തിലെ ഭാഷയിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയും